തിരുവനന്തപുരം വഞ്ചിയൂരിൽ സ്ത്രീക്ക് വെട്ടേറ്റു. വഞ്ചിയൂർ സ്വദേശി ഷിനിക്കാണ് പരിക്കേറ്റത്. എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് കൊറിയർ നൽകാനെത്തിയ ആൾ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? അതിര ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട്ടമ്മയെ വീട്ടിൽ കയറി വെടിവെച്ച സാഹചര്യം. എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചിരിക്കുന്നത്. ഈ വഞ്ചിയിലുള്ള ഈ വീട്ടിലെ ഷിനി എന്ന യുവതിക്കാണ് വെടിയേറ്റത്. ആരാണ് ഇത് കൃത്യം ചെയ്തത് എന്നുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ വീട്ടിലേക്ക് കൊറിയറുമായി എത്തി എന്നാണ് അറിയിച്ചത്. അതിനുശേഷം വീട്ടുകാരിയെ കാണണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഉടൻ തന്നെ അത് ഒപ്പിട്ട് കൊറിയർ വാങ്ങണം, ഇവർക്ക് കൊറിയറുമായി വന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ഷിനിയെ തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു. എയർഗൺ ഉപയോഗിച്ചായിരുന്നു വെടിവെച്ചത്. 3 റൗണ്ട് വെടിയാണ് ഉതിർത്തത്. അതിൽ ഒരെണ്ണം കൈക്ക് ഏറ്റിട്ടുണ്ട്. കൈ വെള്ളയ്ക്കാണ് വെടിയേറ്റിരിക്കുന്നത്. ഏതായാലും ഇവരുടെ പരുക്ക് ഗുരുതരമല്ല. ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ വെടിവെച്ചത് ആരാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. ആതിര, ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. ആരാണ്, ഇത് മുൻവൈരാഗ്യമുണ്ടോ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ആണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസ് അന്വേഷിച്ചാൽ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുക. ഏതായാലും ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും നിറയൊഴിച്ചത് വലിയ അപകടത്തിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യം തന്നെയാണ്. എയർഗൺ ഉപയോഗിച്ചായാലും വളരെ അടുത്തു നിന്നാണ് വെടിയുതിർത്തത്. ഏതായാലും വെടിവെച്ചത് ഉടനെ തന്നെ വീട്ടുകാർ അറിയുന്നതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഈ യുവതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓൾട്ടോ കാറിൽ വന്ന ഒരു യുവതിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഇവിടെ നാട്ടുകാരൊക്കെയും ഇപ്പോൾ ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു സൂചന മാത്രമാണുള്ളത്. അവരോട് തന്നെ ചോദിക്കാം. ഞങ്ങളൊരു 8:30 ഒരു സഞ്ചാരം നടക്കുന്ന വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞു, പെരുന്തന്നെ പോസ്റ്റ് ഓഫീസ് മുടിക്കൽ ഇങ്ങനെ ഒരു വെടിവയ്പ് നടന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ ഉണ്ട്. സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കൊറിയറിൽ വന്നതായിരുന്നു. ഒരു ഗുഡി പോലുള്ള ഒരു ഡ്രസ് ഇട്ടിട്ടാണ് വന്നത്. പെൺകുട്ടിയായിരുന്നു. അപ്പം 3 ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പേര് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷിമി ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞു. കൊടുക്കുന്ന സമയത്താണ് ഒരു വെടിവെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അവർ പോവുകയും ചെയ്തു. പെൺകുട്ടി പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇവിടെ അടുത്ത ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അവരെ ട്രേസ് ചെയ്ത് പിടിക്കുന്നതിനൊന്നും കഴിഞ്ഞില്ല. അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് നോക്കി നിൽക്കുന്നതൊക്കെ തന്നെ സഞ്ജു എന്ന് തൊട്ടടുത്ത അയൽവാസിയുണ്ട്. പുള്ളി പോയി നോക്കി ട്രേസ് ചെയ്ത് പിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഈ അടുത്ത ഏതെങ്കിലും വീടുകളിൽ CCTV എന്തെങ്കിലും ഉണ്ട്? അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിൽ അവർക്ക് ഇൻസൈഡ് മാത്രമേ കവറേജ് ഉള്ളൂ, പുറത്തില്ല. ഇവിടെ അടുത്ത അരുൺകുമാർ സാറിൻ്റെ വീടുണ്ട്. അതിൻ്റെ കവറേജ് റോഡ് സൈഡിലും കൂടെ ഉണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ ഉള്ളത് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആളെ ആർക്കും വ്യക്തതയില്ല, മുഖം എങ്ങനെ? ഇല്ല. ലേഡി ആയിരുന്നു. ഗുടി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു 10, 35, 40 ദിവസത്തിനകത്തൊന്നും ലേഡി ആയിരുന്നു എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അല്ല, അത് കാറാണെന്നാണ് പറയുന്നത്. സിൽവർ കളറിലുള്ള കാറ് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി ഇവിടെ വണ്ടി വന്ന് നിൽക്കുന്നതിൻ്റെ പോകുന്നതിൻ്റെ ഒന്നും സൗണ്ട് അദ്ദേഹം കേട്ടതായിട്ട് പറയുന്നില്ല. ഇവിടെ പുറത്തെവിടെ വണ്ടി നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഒരു കാറിലെത്തിയ യുവതിയാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും തോക്ക് കൊണ്ടുവന്നു, എയർഗൺ ഉപയോഗിച്ച് നിറയൊഴിച്ചു, അതിൽ പരിക്കുണ്ട്. അതിനുശേഷം ഇവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മുഖം മറയ്ക്കുന്ന രീതിയിൽ തന്നെ പരമാവധി കരുതിക്കൂട്ടി എത്തിയ ഒരാൾ തന്നെയാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നാട്ടുകാർ അറിയുന്നതും അല്ലെ അയൽക്കാരൊക്കെയും അറിയുന്ന വിവരങ്ങൾ വെച്ചും വീട്ടുകാർ പറയുന്ന വിവരം വെച്ചും സ്ത്രീകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരാളെ മാത്രം ലക്ഷ്യം വെച്ച് പേര് ചോദിച്ച് അവിടേക്ക് വന്ന് നിറയൊഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് നിന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. മാത്രമല്ല CCTV പരിശോധിച്ച് പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തും. പക്ഷേ ഈ പ്രദേശത്ത് ഒരല്പം മാറിയാണ് പല വീടുകളിലും CCTVകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിലും അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഏതായാലും വളരെ വൈകാതെ തന്നെ കണ്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആതിര, ഈ സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അതിന് ആരോഗ്യസ്ഥിതി മെച്ചമാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ യുവതിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നുമില്ല. കൈവെള്ളയിലാണ് വെടിയേറ്റത്. എയർഗൺ ആയതുകൊണ്ട്, പെല്ലറ്റ് ലോഡർ എയർഗൺ ആയതുകൊണ്ട് മാത്രം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇത് വലിയൊരു ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആരോഗ്യനില മെച്ചമാണ്. വലിയ ആപത്തൊന്നും ഉണ്ടാകാതിരുന്നത് വളരെ ഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിൽ യുവതിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതായാലും ഈ തെറ്റ് ചെയ്തതാരാണ്? ഏകദേശം ഇവർ സമപ്രായത്തിനടുത്തുള്ള ആളുകളാണ്. ഏകദേശം ഒരു 35 വയസ്സിന് താഴെയുള്ളവരാണ് എന്ന്
ക്കാരൊക്കെയും പറയുന്നത്. അപ്പോൾ ഈ ആക്രമിച്ച ആളും ഏകദേശം ആ പ്രായം തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ വെടിവെക്കാനുണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതായാലും വളരെ വൈകാതെ തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. കാര്യമായ ഒരു അന്വേഷണം ഈ പ്രദേശവുമായി ബന്ധപ്പെടുത്തി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ വിഷ്ണു? അതിന് ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെയും കിട്ടിയ വിവരം. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇനി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ വൈകാതെ അതിനുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു സൂചനയുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആരാണ് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ നിറയൊഴിച്ചത് ആരാണെന്ന് അറിയില്ല. അവരിവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് മാത്രമാണ് അറിയുന്നത്. യുവതി വന്നതും പോയതും വളരെ ആസൂത്രിതമായത് കൊണ്ടാണ് ഇത് കണ്ടെത്താൻ സാധിക്കാത്തതെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതെ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ സ്ത്രീക്ക് വെടിയേറ്റു. വഞ്ചിയൂർ സ്വദേശി ഷിനിക്കാണ് പരിക്കേറ്റത്. എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് കൊറിയർ നൽകാനെത്തിയ ആളാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്ത്രീയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്.